ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. നമുക്ക് ഇന്നൊരു ബ്രൗണി ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് റോബസ്റ്റായുടെ നല്ല പഴുത്ത പഴങ്ങളാണ്. ഞാനത് സ്മാഷ് ചെയ്തിട്ട് കപ്പിലളവ് പറയാം. ഇനിയും 1 കപ്പ് പീനട്ട് ബട്ടർ, ഒരു 6 ടേബിൾ സ്പൂണ് ഡാർക്ക് കൊക്കോ പൗഡർ, ഒരു 4 ടേബിൾ സ്പൂണോളം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ്, ഒരു 3 ടേബിൾ സ്പൂൺ കോമ്പൗണ്ട് ചോക്ലേറ്റാണ്, അതും ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയും ബനാനയെ സ്മാഷ് ചെയ്യണം. സ്മാഷ് ചെയ്ത് കിട്ടിയപ്പോൾ 2 മെഷർമെൻറ്റ് കപ്പ് നിറച്ചുണ്ടായിരുന്നു. അതിലേക്ക് 1 മെഷർമെൻറ്റ് കപ്പിലെടുത്ത് വെച്ച പീനട്ട് ബട്ടറും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പാത്രം ചെറുതായിരുന്നു, ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി. ഇനിയും നല്ല മിക്സ് ആയതിനു ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ, ഞാൻ പറഞ്ഞല്ലോ 6 ടേബിൾ സ്പൂണായിരുന്നു കൊക്കോ പൗഡർ, 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം കോമ്പൗണ്ട് ചോക്ലേറ്റും ചിപ്സും, അത് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സിന് പകരം നിങ്ങളുടെ കയ്യിലുള്ളത് ഡാർക്ക് ചിപ്സ് ആണെങ്കിലും മിൽക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പോലെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് എനിക്കെടുത്ത സമയം 45 മിനിറ്റ്സ്, 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ്സ് ആയിരുന്നേ. പിന്നെ ഈ ബ്രൗണിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, ഈ ബ്രൗണിക്കകത്ത് മൈദയോ മുട്ടയോ ബട്ടറോ പഞ്ചസാരയോ ഇടാതെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ ആവശ്യത്തിന് മധുരം കഴിക്കാനും സാധിക്കും. മധുരം ചെല്ലുന്നില്ലെന്നുള്ള ആ ഒരു സങ്കടവും മാറും. ബ്രൗണി ആണല്ലോ എന്നുള്ളൊരു സമാധാനവും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എക്സാക്റ്റ് ബ്രൗണി പോലെ ഇരിക്കത്തില്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. എന്നാലും ബ്രൗണി തന്നെയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് കേട്ടോ, ഒത്തിരി മെനക്കേടുകളൊന്നുമില്ല. വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ റെസിപ്പി ഫാമിലി എൻജോയ് ചെയ്യുക. അപ്പം നിങ്ങൾ ഹാപ്പി, ഞാൻ ഹാപ്പി. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്